Hello guys, after long once again welcome back to our channel. It's me Sahila and you're watching Simple Lifestyle with Saf. അപ്പോൾ ഇന്നേക്ക് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു ഡേ വ്ളോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് കറക്റ്റായോ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. കുറേ നാളായിട്ട് വ്ളോഗ് എടുത്തുകൊണ്ട് എന്താ പറയേണ്ടത് എന്താ എടുക്കേണ്ടതെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് ക്ലിക്കാവണില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നേക്കൊരു ഡേ വ്ളോഗാണ്. ചെറുതായിട്ടൊക്കെ ബിസിയുള്ള ഒരു ഡേ ആണ്. അപ്പോൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ രാവിലെ എണിച്ചിട്ട് നമ്മൾ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ എടുത്തതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമത് മടിയാണ്. പിന്നെ സ്റ്റഡീസിൻ്റെ ഇപ്പോൾ യൂട്യൂബും കൂടി കൊണ്ടുപോകുമ്പോൾ എന്താ പറയുക ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രെയിം വർക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്, റിംഗ് ആൽബം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞപ്പോൾ ലവ് ബേർഡ്സിന് വന്നിട്ട് തീറ്റ വെച്ച് കൊടുക്കലും പിന്നെ അതേപോലെ തന്നെ കൂടൊക്കെ വൃത്തിയാക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും അവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ട് ഇന്നലെ രാത്രിത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനൊന്ന് ഉള്ളിലേക്ക് ഇട്ടിട്ട് സെറ്റാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ബാക്കി വന്ന് ചപ്പാത്തി കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ പറയുക ഫുഡ് വേസ്റ്റ് ആക്കുന്ന വരെ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റും ആയിരിക്കും, ഫുഡ് വേസ്റ്റ് ആവുമല്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക ഉള്ളിയൊക്കെ വണക്കി കഴിഞ്ഞിട്ടുമ്പോൾ അതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഉണ്ടാക്കിയിട്ടുള്ള ചപ്പാത്തിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കട്ടൻ ചായ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം കുറച്ച് ഫ്രെയിം വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അതായിരുന്നു പണി. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഫ്രെയിമൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് അർജൻറ്റായിട്ട് കൊടുക്കേണ്ട 2 ഓർഡേഴ്സ് ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ട് ബാക്കിയുള്ള ഫ്രെയിംസും റിംഗ് ആൽബം ഒക്കെ പാക്ക് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വല്ല എന്താ പറയുക ഫ്രെയിംസ്, റിംഗ് ആൽബം, പോളറൈഡ്സ്, ഗിഫ്റ്റ് ഹാമ്പേഴ്സ്, നിക്കാഹ്നാമ അങ്ങനത്തെ എന്തെങ്കിലും ഓർഡർ ആക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ലിങ്ക് ഞാൻ വന്നിട്ട് ഡിസ്ക്രിപ്ഷനിലും പിന്നെ അതേപോലെ തന്നെ സ്ക്രീനിൽ എഴുതി കാണിക്കാം ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര്. പിന്നെ അത് കൊറിയർ അയക്കാൻ വേണ്ടി പോവായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ തറവാട്ടിക്കൊക്കെ പോയി. അങ്ങനെ തറവാട്ടിക്കൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും ലഞ്ച് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ ലഞ്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് പരിപ്പ് കറിയും പിന്നെ അതുപോലെ തന്നെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീൻ വറുത്തുണ്ടായിരുന്നു, അത് കാണിച്ചിട്ടില്ല വീഡിയോയിൽ. അങ്ങനെ നിസ്കരിച്ചിട്ട് ഒന്ന് ഉറങ്ങി എണിക്കുമ്പോഴേക്കും വൈകുന്നേരം ചായ എടുക്കണ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫ്, നോർമലായിട്ടുള്ളൊരു ഡേ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നതാണ് കരുതുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.